ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ സ്പെഷ്യലൊക്കെ ആയ നല്ലൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂണ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീഡിയം മധുരം കിട്ടത്തേ ഉള്ളൂ. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഞാനിതാ 3 സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ വറുത്ത റവ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നമ്മൾ മധുരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി ഉപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് മതിയാവും. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഒരുപാട് കുറുകി പോകരുത്. നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു ലൂസിൽ വേണം നമുക്കിതൊന്ന് കാച്ചിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന്. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ ഇതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒത്തിരി കുറുകി കട്ടിയായി പോകരുത്. അപ്പോൾ കൈവിടാതെ തന്നെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഏലക്കയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല മണം കിട്ടും കേട്ടോ. നല്ല മണവും അതിന് നല്ലൊരു രുചിയൊക്കെ കിട്ടും. അപ്പോൾ ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് ഇളക്കാം. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ കുറുകും. അപ്പോൾ ഇനി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മളിതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ടതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതും കോരി മാറ്റാം. ഇനി ഞാനിവിടെ ഒരു 3 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 3 മതിയാവും കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ തരിക്കഞ്ഞി ഞാൻ മറ്റൊരു പാത്രത്തിലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. ഒരുപാട് കട്ടിയായിട്ട് എടുത്താൽ കൊള്ളത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി മൂപ്പിച്ചെടുക്കുന്ന വീഡിയോ എങ്ങനെ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഈ തരിക്കഞ്ഞിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ആ നെയ്യോട് കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.